ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കനകയോട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, കനകയെ എന്തായാലും അമ്മയാകാൻ പോകുന്ന സമയത്ത് മോൾക്ക് ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആവശ്യമാണ്. അതുകൊണ്ട് കനക ഇവിടെ നിൽക്ക്, അതായിരിക്കും നല്ലത്. ഏയ് അതൊന്നും ശരിയാവില്ല മൂർത്തി സാർ, അന്ന് തന്നെ ഞാനിവിടെ നിന്നിട്ട് അത് ആർക്കും പിടിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത്? എൻ്റെ മക്കൾക്ക് ഇവിടെ സമാധാനമില്ല. ആ സമയത്ത് എനിക്കിവിടെ സമാധാനം കിട്ടുമോ സാർ? കനകയെ അങ്ങനെ പറയണ്ട, കനക ഇവിടെ നിന്നാൽ മതി. അത് മാത്രമല്ല, കനകയ്ക്ക് ഇവിടെ ആരാണോ സമാധാനം തരാത്തത് അവരുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാനും വർത്താനം പറയാനും ഉള്ള അധികാരം അവകാശവും കനകയ്ക്ക് ഞാൻ തന്നിരിക്കുക. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. കനക ഞാൻ പറയുന്നതെന്ന് കേട്ടാൽ മതി. ഇനി മുതൽ ഇവിടെ നിൽക്കുക. മോൾക്ക് വിശേഷം അറിയിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അത് വേണോ സാർ? അത് ശരിയാവും. എന്തായാലും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ ജലജയ്ക്കോ ദേവയാനിക്കോ കഴിയില്ല. മരുമക്കളുടെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം അമ്മ തന്നെ മക്കളോടൊപ്പം നിൽക്കുന്നതല്ലേ അതിൻ്റേതായ ശരി. അത് ശരിയാണ് സാർ. പക്ഷേ എന്നാലും എനിക്കൊരു ടെൻഷൻ. അന്ന് വന്നപ്പോൾ തന്നെ ചിലവർക്കൊന്നും ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ? അതൊന്നും സാരമില്ല, ഇവിടെ എൻ്റെ വാക്കാണ് എല്ലാവരും കേൾക്കുന്നത്. ഇപ്പോൾ കനകയോട് നിൽക്കാൻ പറഞ്ഞതും ഞാൻ തന്നെയല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി, മനസ്സിലായല്ലോ? എന്നാൽ ശരി സാർ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും എൻ്റെ മക്കളെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്ന എന്തിനാണ് സാർ? മൂത്തമ്മളുടെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. അവളന്നൊരു നുണ പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അവളോട് പറയുന്നതെന്ന് പറയാം. പക്ഷെ എൻ്റെ നയനമോള് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാർ? മുഖം മറച്ച് കതിർ മണ്ഡപത്തിലേക്ക് വന്നു. അതാണ് എൻ്റെ മോള് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ആ തെറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ കാരണക്കാരിയും എൻ്റെ മൂത്ത മോള് തന്നെയാണ്. അതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അവളെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല സാർ. എത്രയൊക്കെ ആയാലും പെറ്റമ്മയല്ലേ ഞാൻ. എനിക്ക് എന്തോരം എൻ്റെ മോളെ വേദനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുമോ സാർ, ഇനി ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഇവിടെ ഒരു വിഷമം ഉണ്ടാവരുത്. കനകേ, അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ? മക്കളുടെ അമ്മായിയമ്മമാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് പറയാൻ പറ്റും? എന്തായാലും നവ്യയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ഇനി നവ്യ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ജലജയും അഭിയും നിന്നാൽ മതി. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ഈ പടി ഇറങ്ങാം. എന്താ മോളെ നിൻ്റെ അഭിപ്രായം? അത് തന്നെ മുത്തശ്ശ എൻ്റെ അഭിപ്രായം. അമ്മയ്ക്കും ഇവനും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലാതിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ കൊല്ലാൻ പഠിച്ച പണി 18 നോക്കിയതാണ് എൻ്റെ അമ്മായിയമ്മ. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ? മനഃപൂർവ്വം എനിക്ക് കൊണ്ടുവന്ന് പപ്പങ്ങ ജ്യൂസ് തരിക, പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് തരിക, പിന്നെ അതുപോലെ പപ്പങ്ങയും പൈനാപ്പിളും മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി കൊണ്ടു തരിക. ഇതൊക്കെ ഞാൻ കഴിച്ചത് എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലാതിരുന്നത് കൊണ്ടാണ്. ഞാൻ വിവരമില്ലാത്തവളൊന്നുമല്ല. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പരമാവധി ഇവർ ശ്രമിച്ചിട്ടുണ്ട് സാർ. പക്ഷേ ആ കുഞ്ഞന്ന് എൻ്റെ വയറ്റിലില്ലാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഉറക്കാപ്പുറത്ത് ഇവരുടെ സ്നേഹം കാരണമാണ് ഇവരിത് തരുന്നതെന്ന് ഞാൻ വിചാരിച്ച് കുടിച്ച് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സാർ? ഇനി ഞാൻ എന്തായാലും ഒന്ന് സൂക്ഷിക്കും. കാരണം എൻ്റെ ഈ കുഞ്ഞ് ഇതെൻ്റെ ജീവനാണ്, എൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം അഭി കേട്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നവ്യമോള് അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷനായിരുന്നു. ഇനി രണ്ടുപേർക്കും അനന്തപുരിയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നവ്യയുടെ അമ്മയും പറയുന്നത് കേട്ട് വേണം ജീവിക്കാൻ, മനസ്സിലായല്ലോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാ. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛന് ഇവരുടെ ആൾക്കാർ മാത്രം ഇത്രയും വലുതായോ? അതേടി, ഇവിടെയുള്ള മരുമക്കളുടെ വില പോലും നിനക്ക് ഈ വീട്ടിലില്ല. നീയും നിൻ്റെ മോനും ഇവിടെ ഒരു അധികപ്പറ്റ. ഇത്രയും നാൾ നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ വിളിച്ചു പറയണോ? അതൊക്കെ നിനക്കൊക്കെ തന്നെ നന്നായിട്ട് അറിയാലോ. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. മരുമകളെ സ്നേഹിച്ച് മരുമകൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ലാളിച്ച് വയസ്സാം കാലത്ത് സന്തോഷത്തോടെ ഇരിക്കുകയല്ലാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നീ ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മോക്കോ മോളുടെ അമ്മയ്ക്കോ ഇവിടെ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. നീയും നിൻ്റെ മകനും കാരണം അങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും ഇനി അനന്തപുരിയുടെ പടിക്ക് പുറത്താ. പിന്നെ അനന്തപുരിയുടെ മേൽവിലാസം പോലും പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, മനസ്സിലായല്ലോ? ഇത് അനന്തമൂർത്തിയുടെ വാക്കാ. മര്യാദയ്ക്ക് പൊയ്ക്കോ രണ്ടും. അത് കേട്ടതും രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞതും കനക, അതെ മൂർത്തി സാറേ, ഞാൻ പറയുന്നുണ്ടോന്നും വിചാരിക്കരുത്. അവർ ഈ വീട്ടിലുള്ളവരാ. എനിക്ക് വേണ്ടി അവരെ വഴക്കിടിക്കുന്നത് ശരിയാണോ? ഞാൻ പോയിക്കോളാം, എനിക്ക് സങ്കടമൊന്നുമില്ല. എൻ്റെ മോളെ ദ്രോഹിക്കാതിരുന്നാൽ മതി. അവളിപ്പോൾ ഒരു അമ്മയാകാൻ പോവുക. അവൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു.
അതുകൊണ്ട് അവളെ ദ്രോഹിച്ചപ്പോൾ അവളെല്ലാം സഹിച്ചു. പക്ഷേ ഇനിയും എൻ്റെ മോളെ ദ്രോഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല സാറേ. മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം. പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അതുകൊണ്ടല്ലേ പറഞ്ഞത് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന്. എന്തായാലും കനക മുകളിലേക്ക് ചെല്ല്. അന്ന് താമസിച്ചതുപോലെ തന്നെ ജലജയോടൊപ്പം വേണമെങ്കിൽ ജലജയോടൊപ്പം താമസിച്ചോ. അപ്പോൾ കനക ആലോചിക്കണം, അതെ, അവളോടൊപ്പം തന്നെ താമസിക്കണം. എന്നിട്ട് എൻ്റെ മോളുടെ പരിശുദ്ധിയെ ചൂഷണം ചെയ്തവളെ ഉറപ്പായിട്ടും ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കണം. അവക്കിട്ടൊരു 16ൻ്റെ പണി കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുക. ഇത് കേട്ടതും നയന, അമ്മ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ നന്ദുവിനെ കുറിച്ച് ആലോചിച്ചതാ. അച്ഛനുണ്ടല്ലോ അമ്മേ, അവളും അച്ഛനും കൂടെ നിന്നോളും. അമ്മ എന്തിനാ പേടിക്കുന്നേ? എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അമ്മ ഇവിടെ നിന്നിട്ട് പോയാൽ മതി. മോളെ അത് വേണം. അമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് സങ്കടമാവും. അത് കേട്ടത് നവ്യ, അതെ അമ്മേ, ഇനി അമ്മയെ ഇവിടെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാനും അത് സഹിക്കില്ല. നയനയെ പോലെ തന്നെ ഞാനും പ്രതികരിക്കും. അമ്മ വാ എന്നും പറഞ്ഞ് കനകയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം നവ്യയോട് മുത്തശ്ശൻ, നവ്യയെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അഭിയെയും ജലജയെയും കയ്യിലെടുത്ത് വെക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു കാലത്തും അവർ നന്നാവുന്നില്ല. ഞങ്ങൾ എന്തൊക്കെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും 2 എണ്ണവും നന്നാവാത്ത അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ അവരെ നന്നാക്കിയെടുക്കേണ്ടത് നീയാണ്, നിന്റെ കടമയാണ്. ഭർത്താവിനെയും അമ്മായിയമ്മയെയും വരച്ച വരയിൽ നിർത്താനുള്ള കഴിവുണ്ടാകണം മരുമകൾക്ക്. നല്ല അമ്മായിയമ്മയും അമ്മായിയച്ഛനും ആണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഭർത്താവും അമ്മായിയമ്മയും കൂടെ ചേർന്ന് മോളെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ. ഇനി മോളുടെ കളിയുന്ന ഈ വീട്ടിൽ തുടങ്ങിക്കോട്ടെ. അതിന് ഞങ്ങൾ ആരും എതിര് പറയത്തുമില്ല. എന്ത് സംഭവിച്ചാലും നിങ്ങൾ തന്നെ അത് തീർത്താൽ മതി. അവരാരെങ്കിലും എന്നോട് പരാതി പറയുമ്പോഴല്ലേ അപ്പം ഞാൻ നോക്കിക്കോളാം. മോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, അതായിരിക്കും നല്ലത്. ഇത് കേട്ടതും നവ്യയ്ക്ക് ഇതൊരു വീണ് കിട്ടിയ അവസരമായി. എടാ അബി, നിന്റെ അമ്മയെയും നിന്നെയും ഞാനൊരു പാഠം പഠിപ്പിക്കൂടാ. എന്തായാലും എനിക്ക് ഈ വീട്ടിൽ അധികാരം കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളെ വരച്ച വരയിൽ നിർത്തേണ്ട കടമ, ഉത്തരവാദിത്വം എൻ്റേതാണ്. നീയൊക്കെ കണ്ടോ, ഇനി ഈ നവ്യയുടെ ആട്ടമാണ് അനന്തപുരിയിൽ കാണാൻ പോകുന്നത്. ഈ നവ്യ ആരാണെന്ന് നീയൊക്കെ തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങൾ ഇനി വരാൻ പോകുന്നത് അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുവാണ്. ഇതേ സമയം ജലജയെയും അഭിയെയുമാണ് കാണിക്കുന്നത്. 2 പേരും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? എന്ത് ചെയ്യാൻ? നിന്റെ മരമണ്ടത്തരം കാരണം ഇനിയിപ്പോൾ വീണ്ടും അവളെ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. എന്തൊരു കഷ്ടമായത്. ഓ എൻ്റെ ദൈവമേ, നിനക്ക് വേറെ ഒരുത്തിയും കണ്ടില്ലടാ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. അമ്മ തന്നെയാണ് എന്നെ ഉപദേശിച്ചത്. ആദർശേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വളച്ചെടുക്കണമെന്നും അവളെ കല്യാണം കഴിക്കണമെന്നും. അപ്പോൾ എനിക്കറിയില്ലായിരുന്നല്ലോ. അമ്മയെ പോലെ തന്നെ ഞാനും പറ്റിക്കപ്പെട്ടു. ഞാൻ വിചാരിച്ചത് അവൾക്ക് ശരിക്കും നിറയെ പണം ഉണ്ടെന്നാ. പക്ഷെ അവൾക്ക് ഒരു പണം ഇല്ലയെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ലല്ലോ അമ്മേ. അവൾ എന്തൊക്കെ നുണയാ പറഞ്ഞത്. അമ്മയോട് മാത്രമല്ല, ആദർശേട്ടന് എന്നോടും മാത്രമല്ല, എല്ലാവരോടും അവൾ നുണയാ പറഞ്ഞത്. അവൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, സ്വത്തുണ്ട് എന്നൊക്കെ. എന്നിട്ട് അവസാനം കണ്ടില്ലേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ അതൊക്കെ പറയണോ ഈശ്വര? ഇനി ആ കനകയുടെ വായിലിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വരുമല്ലോ. അവൾ എന്തിനാണെന്നാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അച്ഛനിപ്പോൾ നമ്മളെക്കാളും കൂടുതൽ അധികാരവും അവകാശവും കൊടുത്തിരിക്കുന്നത് അവൾക്കാ. ഇപ്പം തന്നെ മനസ്സിലായല്ലോ. നയനയ്ക്കും നവ്യയ്ക്കും ഈ വീട്ടിലുള്ള അവകാശം പോലും നമ്മൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. അമ്മേ, എനിക്ക് പേടിയാവുന്നു. അവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇനി നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല. അതുമല്ല, ആ നിർമ്മലനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പിന്നിൽ ഞാനാണ് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിക്ക് പുറത്തായിരിക്കും പിന്നെ നമ്മൾ. മിണ്ടിപ്പോരുത്, നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്. അനന്തപുരിയിൽ നിന്നും അങ്ങനെ എങ്ങാനും പുറത്തു പോകേണ്ടി വന്നാൽ പിന്നെ ഞാൻ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്തും. എന്നിട്ട് ഞാനും ചാകും. അതിനേക്കാൾ നല്ലത് വേറെ ഒന്നുമില്ല. നിനക്ക് വല്ല ഇതുമുണ്ടോ? പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കും? അനന്തപുരിയിലുള്ള കാശ് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നീട്ട് സമ്മതിക്കത്തുമില്ല. അതെ, എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതെന്നോട് മുന്നേ പറയണമായിരുന്നു. ഒന്നും പറയാതെ എടുത്തുചാട്ടം കാണിച്ചിട്ടിപ്പോൾ നീ എന്താ എന്നെ ഇതാക്കുവാണോ? അമ്മ എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞല്ലോ, അവനാണ് ആദ്യം എന്നെ വന്ന് കണ്ടത്. എന്നിട്ട് അവനാണ് നവ്യയുമായിട്ടുള്ള സ്നേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവനെ കൂട്ടുപിടിച്ച് ഞാനെല്ലാം ചെയ്തത്. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ വീട്ടിൽ നിന്നും അവനെ എല്ലാവരും ഇറക്കി വിടുമെന്നും അങ്ങനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അമ്മക്കത് വലിയ സന്തോഷമാവുമെന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ അതിങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മേ. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് നീ കണ്ണുകൊണ്ട് കണ്ടോ? ആ കനക, അവൾ അന്ന് വന്ന് നിന്നിട്ട് തന്നെ എൻ്റെ അത്ര സാരിയും കത്തിച്ചവള, വെട്ടിക്കളഞ്ഞവള.
ഇനി അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം, ആര് കണ്ടു? ഈശ്വരന്മാരെ, എൻ്റെ ഈ മരമണ്ട മോൻ കാരണം ഞാൻ എന്തൊക്കെ സഹിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക. അമ്മ വിഷമിക്കേണ്ട അമ്മ, എന്തായാലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ടിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനന്തപുരിയിൽ നവ്യയെ ഇനി അധികം നാൾ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും പോടാ, നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ വാക്കും പഴയ ചാക്കുവാ. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മ എന്നെ വിശ്വസിക്കേ. അമ്മയല്ലാതെ എന്നെ ആരും വിശ്വസിക്കാനേ ഈ വീട്ടിൽ? നിന്നെ ആരും വിശ്വസിക്കില്ല. നീ ആദ്യം ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ നോക്ക്. അതിനുശേഷം വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക. ഈ സമയം എടി നവ്യേ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്കറിയാടി. എന്തായാലും നീ രാത്രി കിടക്കുമ്പോൾ എൻ്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. ആ സമയത്ത് നിന്റെ വയറ്റത്തിട്ടൊരു ചവിട്ട് വന്നിട്ടാണെങ്കിലും അതിനെ ഞാൻ കളയും. ഈ അനന്തപുരിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നാലും കുഴപ്പമില്ല, എന്നാലും ഞാനത് ചെയ്തിരിക്കൂടി. അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ മനസ്സിൽ. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് കരുതിയിരിക്കുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞാണെങ്കിലും നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലടി. എന്തായാലും അതിനെ ഞാൻ തീർത്തിരിക്കും. എന്നിട്ട് അനന്തപുരിയുടെ പടി ഇറക്കി വിട്ട് ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. നല്ലൊരു പെണ്ണിനെ ഭാര്യയാക്കി, നല്ലൊരു പണക്കാരി പെണ്ണിനെ ഭാര്യയാക്കി. എന്തായാലും നമുക്ക് കാണാടി, നീയാണോ ഞാനാണോ അനന്തപുരിയിൽ ജയിക്കാൻ പോകുന്നതെന്ന് എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും നവ്യയുമാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഭി അങ്ങോട്ട് വരാം. അഭി, എന്താ നവ്യേ? എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം വേണം. നാരങ്ങ വെള്ളം? നിനക്ക് നാരങ്ങ വെള്ളം വേണമെങ്കിൽ നിൻ്റെ അനിയത്തിയോട് പോയി പറ, അവളിട്ട് തരും. അവളല്ലേ ഇപ്പോൾ അടുക്കളയിൽ. വേണ്ട, അവളിട്ട് തരണ്ട. നീ ഇട്ട് തന്നാൽ മതി. നിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നേ, അപ്പോൾ നീ എന്നെ നോക്കിയാൽ മതി. അത് കേട്ടതും അത് പിന്നെ നവ്യ, മര്യാദയ്ക്ക് പറഞ്ഞനുസരിക്കടാ, പോയി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരാൻ. ഇത് കേട്ടതും അവ പേടിച്ച് അടുക്കളയിലേക്ക് പോവുക. എന്താ മോനെ ഇത്? എന്തിനാ ഇത് അവൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഞാൻ ചോദിക്കാം. വേണ്ട മാം. ഇല്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവളുടെ അമ്മയെ കണ്ടിട്ടാണ് അവൾ ഇത്ര ധൈര്യം കാണിക്കുന്നെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. അടി, നീ ആരടി എൻ്റെ മോനോട് അധികാരം കാണിക്കാൻ? എൻ്റെ മോനോട് ആജ്ഞാപിക്കാൻ? അതെ, ഞാൻ അവൻ്റെ ഭാര്യ. അതുകൊണ്ട് ഇനി അവൻ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ മതി. നിങ്ങളുടെ വാക്കുകളും കേൾക്കേണ്ട കാലം കഴിഞ്ഞു. മനസ്സിലായല്ലോ? അമ്മ നല്ലതാണെങ്കിൽ അമ്മയുടെ വാക്കുകൾ കേൾക്കാം, അത് മകനെ നേർവഴിക്ക് നടത്തും. എന്നാൽ നിങ്ങളെപ്പോലെ ഒരു ക്രൂരയായും ക്രിമിനലുമായ അമ്മയുടെ വാക്കുകൾ കേൾക്കേണ്ട ഒരാവശ്യം എൻ്റെ ഭർത്താവിനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ വഴിയിൽ, എൻ്റെയോ എൻ്റെ അബിയുടെയോ വഴിയിൽ വന്നാൽ നിങ്ങളായിരിക്കും ആദ്യം ഈ അനന്തപുരിയുടെ പടി ഇറങ്ങാൻ പോകുന്നത്. ഞാൻ മുത്തശ്ശനോട് പരാതി പറയും. ഈ വീടിൻ്റെ പടി നിങ്ങളെ ഇറക്കി വിട്ടാൽ അബി നന്നാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. മനസ്സിലായാലോ? അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇത് കേട്ടതും ജലജ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ നവ്യയോട് കനക, മോളെ ഇത്രയൊക്കെ വേണമായിരുന്നോ? വേണോ അമ്മേ? ഞാൻ ഇവരെ ഒരുപാട് സ്നേഹിച്ചതാണ്. എന്തിന് എൻ്റെ അമ്മയെ കൂടെ തള്ളി പറഞ്ഞിട്ടാണ് ഇവനെയും ഇവൻ്റെ അമ്മയെയും ഞാൻ സ്നേഹിച്ചത്. എന്നിട്ടും അവസാനം എനിക്കൊരു സങ്കടം വന്നപ്പോൾ ഓടിയെത്താൻ എൻ്റെ അമ്മയും അനിയത്തിയല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇവരെന്നെ തള്ളിക്കളയാൻ നോക്കി. എന്നിട്ടും എനിക്കിന്ന് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ നയനമോള് കാരണമാണ്. അവളെ ഇനി ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. എന്നും ഞാൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കും. ഈ വീട്ടിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ മാത്രമല്ല, ഇനി നയനക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെയും നാവ് പിഴുതെടുക്കാൻ എനിക്ക് പറ്റുമേ. അതുകൊണ്ട് അമ്മ എല്ലാ കാഴ്ചയും കണ്ട് ആട്ടം കാണുന്ന പാവയായിട്ട് ഇവിടെ നിന്നാൽ മതി. ഞാൻ കാണിച്ചു തരാം ഇവരെയൊക്കെ എങ്ങനെ വരച്ച വരയിൽ നിർത്തണമെന്ന് എന്നും പറഞ്ഞ് നവ്യ ഇരിക്കുമ്പോഴേക്കും അബി നാരങ്ങ വെള്ളം കൊണ്ടുവരിക. എന്നാൽ നവ്യ നാരങ്ങ വെള്ളം. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഇതിന് മധുരം പോരല്ലോടാ. അത് പിന്നെ നീ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര കുറച്ചിട്ടൊന്നേ ഉള്ളൂ. എനിക്ക് നല്ല മധുരം വേണം. സാരമില്ല, ഇന്ന് ക്ഷമിച്ചു, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായല്ലോ എന്നും പറയണം. അമ്മേ, എനിക്ക് കുറച്ചിരം കിടക്കണം. എന്നാൽ മോള് കിടന്നു പോയി. ശരി അമ്മേ, അബി എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അബിയെ വിളിച്ചുകൊണ്ട് നവ്യ മുകളിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് എൻ്റെ കാലമർത്താനോ ഞാനോ? എനിക്ക് പറ്റില്ല. പറ്റില്ലെങ്കിലേ ഞാനിപ്പം മുത്തശ്ശനെ വിളിക്കും. എൻ്റെ കാലമർത്താനാണ് പറഞ്ഞത്. അത് കേട്ടതും ഇവളെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ, അമർത്തി കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഇവൾ മുത്തശ്ശനെ വിളിച്ച് എല്ലാം അലമ്പാക്കും എന്നും പറഞ്ഞ് അബി കാലമർത്തുക. നിന്നോട് ഇത്തിരി അമർത്ത്, എൻ്റെ വേദന മാറാൻ അമർത്താൻ പറഞ്ഞത്, അല്ലാതെ എൻ്റെ കാലിന് കിളിയാക്കാനല്ല പറഞ്ഞത്. മര്യാദക്ക് നല്ല ബലത്തിൽ അമർത്തടാ. അത് കേട്ടതും അബി അമർത്തി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം അനന്തപുരിയിൽ ജലജയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വീട്ടുകയാണ്. അതായത്
ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കനക ബെഡ്ഷീറ്റ് അങ്ങോട്ട് വലിക്കുന്നു, ജലജ ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ നീ എന്തിനടി എൻ്റെ മുറിയിൽ വന്നത്? ഈ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിങ്ങൾ മാത്രമല്ലേ? അതുമല്ല, അന്ന് വന്നപ്പോൾ നിങ്ങളോടൊപ്പം കിടന്ന് കൊതി തീർന്നില്ല, അതുകൊണ്ടാണ് ഇന്നും വന്നത്. ഇവിടെ ആവുമ്പോൾ നിങ്ങളോട് പ്രതികാരമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറയണം. ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയും കനകയും കിടക്കുക. ഈ സമയം നേരം വെളുത്തതും ജലജയ്ക്ക് ഒരു ഫോൺ വരിക. ഹലോ, ആരാ? ഞാനാ, നിങ്ങളുടെ മരുമോള്. എന്താടി ഈ നേരത്ത്? അതെ, ഒന്ന് എഴുന്നേറ്റേ. എനിക്ക് എഴുന്നേക്കണമെങ്കിൽ ഒരു ബെഡ് കോഫി വേണം, അത് കൊണ്ടു തന്നാലേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കൂ. അത് കേട്ടത്, നിനക്ക് ബെഡ് കോഫി വേണമെങ്കിൽ പോയി ഇട്ട് കുടിക്കേ. അത് പറ്റില്ല, നിങ്ങൾ തന്നെ എനിക്ക് കൊണ്ടുതരണം, എന്നാലേ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കൂ. അത് കേട്ടതും, ശല്യം, എന്നാൽ ഞാൻ ഇട്ടുകൊണ്ട് വരാം. ശരി, ഇട്ടുകൊണ്ട് വാ. അതെ, ബെഡ് കോഫിയിലൊന്നും കലക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ വല്ലതും കലക്കിയാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാലോ, അനന്തപുരിയുടെ പടിക്ക് പുറത്തായിരിക്കും പിന്നെ അമ്മയും മോനും. ഇല്ലടി, ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ കോഫി എടുക്കാനായിട്ട് പോവുക. അങ്ങനെ കോഫി എടുത്ത് നവ്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ വഴിക്ക് വാ. നിങ്ങളെയൊക്കെ വഴിക്ക് നിർത്താൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, ഞാനേ പാവമല്ലേ വിട്ടേക്കാന്ന് വിചാരിച്ചിട്ടാ ഇത്രയും നാളും വെറുതെ മാറി നിന്നത്. ഇനി എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല, ചോദിക്കും, തിരിച്ചടി തരുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അനന്തപുരിയിൽ വലിയൊരു പൂജയും വഴിപാടൊക്കെ നടത്തുക. ആ സമയത്താണ് പെട്ടെന്ന് കനക കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.